പൊന്നാനിയിൽ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് അപകടം. 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അപകടത്തിനിടയാക്കിയ കപ്പൽ കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ച് വഴിയോര കച്ചവടം തകൃതി. യാത്രക്കാർ ദുരിതത്തിൽ. പോലീസിനെ കണ്ട് ഭയന്നോടിയ പ്രതി കിണറ്റിൽ വീണു. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2ാം പ്രതി പുത്തൂർ സ്വദേശി ആഷിഖാണ് കിണറ്റിൽ വീണത്. നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിയെ രക്ഷിച്ചു. പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 1,20,000 രൂപ പിഴ ഈടാക്കി. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം വൻ ലഹരി വേട്ട. കാറിൽ കടത്തിയ 11,475 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടി. വാടാനപ്പള്ളിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു. വിളപ്പായ സ്വദേശി റിച്ചാർഡ് നിക്സൺ ആണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ചേറ്റുവ പടിഞ്ഞാറ് വശം കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. പൊന്നാനി സ്വദേശികളായ സിദ്ദിഖ് മകൻ ഗഫൂർ, കുറിയമാക്കാനകത്ത് സലാം എന്നിവരാണ് മരിച്ചത്. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഇസ്ലാഹ് ബോട്ട് സാഗർ യുവരാജ് എന്ന കപ്പലുമായാണ് കൂട്ടിയിടിച്ചത്. ചേറ്റുവയിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളർന്ന് കടലിൽ താഴ്ന്നുപോയി. ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മുനയ്ക്കക്കടവ് ഹാർബറിൽ എത്തിച്ച ഇവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MLA NK അക്ബർ അടക്കമുള്ളവർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചു. അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് കപ്പൽ കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ച് വഴിയോര കച്ചവടം തകൃതി. യാത്രക്കാർ ദുരിതത്തിൽ. പഴയ BSNL ഓഫീസിന് സമീപമുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ചുകൊണ്ടാണ് തെരുവോര കച്ചവടം നടക്കുന്നത്. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ഇടപെട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കച്ചവടം ചെയ്യണമെന്ന് നേരത്തെ താക്കീത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഏതാനും നാളുകൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരുന്നു കച്ചവടം. എന്നാൽ വീണ്ടും പഴയതിനേക്കാളും കൂടുതൽ മറ ഒരുക്കിയാണ് കച്ചവടം നടത്തുന്നത്. ഇതുമൂലം യാത്രക്കാർ ബസ് വരുന്നത് കാണുന്നതിനെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട സ്ഥിതിയാണ്. നിരവധി അപകട മരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇത്. തിരക്കേറിയ ഈ ജംഗ്ഷനിലെ തെരുവോര കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പബ്ലിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളത് പണിതത്. രണ്ടാമത് ഇവിടെ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകള് ഇവിടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് കാണാനില്ല. അവര് റോഡിൽ ഇറങ്ങി നിന്നിട്ട് വേണം ബസ് ഏതാണ് റൂട്ട്, ഏതാണ് അതിലേക്ക് ഏത് റൂട്ടിലേക്ക് പോകണമെന്ന് നോക്കണം. അപ്പത്തിനും ബസ് പാസ്സായി. അപ്പൊ അത് ഒന്ന് ഈ ഫുട്പാത്ത് കച്ചവടങ്ങളൊന്ന് കുറച്ച് ഇറക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാറ്റി നിർത്തിയിട്ടോ ഒരു കച്ചവടം ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഒരു നടപടി ഉണ്ടാവണം. അതാണ് നമുക്ക് പറയാനുള്ളത്. പോലീസിനെ കണ്ട് ഭയന്നോടിയ പ്രതി കിണറ്റിൽ വീണു. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2ാം പ്രതി പുത്തൂർ സ്വദേശി പാറയ്ക്കൽ വീട്ടിൽ ആഷിഖാണ് കിണറ്റിൽ വീണത്. അവണിശ്ശേരിയിൽ പ്രതി ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് റൂറൽ SP നേതൃത്വത്തിലുള്ള സ്ക്വാഡും ഇരിഞ്ഞാലക്കുട പോലീസും എത്തിയത്. പോലീസിനെ കണ്ടയുടൻ ഓടിപ്പോയ പ്രതി വീടിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് സംഘം ഇയാളെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. ഗുണ്ട ആക്ടിൽപ്പെട്ട് 6 മാസക്കാലത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ഏതാനും നാളുകൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത്. പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി വിനുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോർജ് എന്ന ബോട്ട് പിടിച്ചെടുത്തത്. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പെർമിറ്റ് തുക അടയ്ക്കാതെ മത്സ്യബന്ധനം നടത്തിവരികയായിരുന്നു ഈ ബോട്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ബോട്ട് മത്സ്യബന്ധനം നടത്തിവന്നിരുന്നത്. ബോട്ടിലെ മത്സ്യം പരസ്യലേലം ചെയ്ത് ലഭിച്ച 17,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 1,20,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം വൻ ലഹരി വേട്ട. കാറിൽ കടത്തിക്കൊണ്ടുവന്നിരുന്ന
11,475 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി SI വിനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി പഴനിക്കര വീട്ടിൽ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾക്ക് 5 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. അഡീഷണൽ SI സാജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സനൽ വിജയൻ, അനീഷ്, ശ്രീകാന്ത് തുടങ്ങിയവർ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി സെന്ററിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വെളപ്പായ സ്വദേശി കൈതാരത്ത് വീട്ടിൽ 18 വയസ്സുള്ള റിച്ചാർഡ് നിക്സൺ ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പുലരിക്കൽ വീട്ടിൽ ദേവദത്തിന് പരിക്കേറ്റു. വാടാനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ ഇരുവരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും റിച്ചാർഡിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വിവേകോദയം സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് റിച്ചാർഡ് നിക്സൺ. 2 മാസം മുൻപാണ് പുതിയ ബുള്ളറ്റ് വാങ്ങിയത്. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചു. അപകടത്തിൽ കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി ഭാഗത്തുനിന്നും വന്ന കാർ സിഗ്നലിൽ നിർത്തിയിട്ട ഉടനെ പുറകിൽ നിന്ന് വന്നിരുന്ന ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലുള്ള പാതയിലാണ് നിന്നത്. കാറിന്റെ പുറകുവശം തകർന്നു. കാർ യാത്രക്കാരായ 2 സ്ത്രീകൾക്കും ഡ്രൈവർമാർക്കുമാണ് പരിക്കേറ്റത്. പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. ബസിന്റെ ചില്ല് തകർന്നു. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എരുമപ്പെട്ടി മേഖലയിൽ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വെള്ളാറ്റഞ്ഞൂർ, പഴവൂർ പ്രദേശങ്ങളിലെ വീടുകളിൽ വയറിംഗ് പൂർണ്ണമായി കത്തിനശിക്കുകയും വൈദ്യുത ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പഴവൂർ കറുപ്പം വീട്ടിൽ കബീറിന്റെ വീട്ടിലെ വയറിങ്ങും വൈദ്യുത ഉപകരണങ്ങളും കത്തിനശിച്ചു. വെള്ളാറ്റഞ്ഞൂർ പടിഞ്ഞാട്ടുമുറിയിൽ ഐക്കര വേണുഗോപാലിന്റെ വീട്ടുപറമ്പിലെ തെങ്ങ് കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിൽ രാത്രിയിൽ പ്രകാശിക്കാത്ത വിളക്കുകൾ പകൽ കത്തിക്കിടക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി രാത്രിയിൽ വിളക്കുകൾ കത്താതിരിക്കുകയും പകൽ സമയത്ത് മുഴുവൻ കത്തിക്കിടക്കുകയുമാണ്. സോളാർ ഉപയോഗിച്ചാണ് പാലത്തിലെ വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നത്. ഇവയുടെ ടൈമറിലെ പിഴവാണ് രാത്രിയിൽ വിളക്കുകൾ കത്താതിരിക്കാൻ കാരണം. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായിട്ടില്ല. രാത്രിയിൽ വിളക്കുകൾ കത്താത്തതുമൂലം കാൽനടയാത്രക്കാർ ദുരിതത്തിലാണ്. നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന മേൽപ്പാലം കഴിഞ്ഞ വർഷം നവംബർ 14 ഉദ്ഘാടനം ചെയ്തത്. മേൽപ്പാലത്തിന്റെ അനുബന്ധ ജോലികൾ ഇതുവരെ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അനുബന്ധ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരപ്പന്റെ ഗോക്കൾക്ക് വേനൽ ചൂടിൽ നിന്ന് ആശ്വാസമേകാനായി ശീതീകരണ സംവിധാനം ഒരുക്കി. കാവീട് ഗോശാലയിലാണ് ഫോഗർ സ്ഥാപിച്ചത്. ഗോശാലയിലെ 123 പശുക്കൾക്കും ഈ സംവിധാനത്തിലൂടെ ദേഹത്ത് സദാസമയവും തണുപ്പേകും. പൂങ്കുന്നം സ്വദേശിയായ ഇൻകം ടാക്സ് റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കിട്ടു നായർ വഴിപാടായാണ് ഫോഗർ സ്ഥാപിച്ചത്. ഗോശാലയിൽ സ്ഥാപിച്ച പ്രത്യേക ടാങ്കിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി തൊഴുത്തിൽ വെള്ളം സ്പ്രേ ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സ്വിച്ച് ഓൺ ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരുവല്ലുവാമലയിൽ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന +2 അധ്യാപിക മരിച്ചു. തിരുവല്ലുവാമല പറക്കോട്ടുപാടം തെഞ്ചേരി വീട്ടിൽ അരവിന്ദാക്ഷന്റെ ഭാര്യ 44 വയസ്സുള്ള ധന്യശ്രീയാണ് മരിച്ചത്. ഭർത്താവിന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പഴയന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി കണ്ടശാംകടവ് KSEB ഓഫീസിലെത്തിയവരെ വിസ്മയിപ്പിച്ച് ഗസൽ സംഗീതത്തിന്റെ അലയൊലികൾ. വിരമിക്കുന്ന ജീവനക്കാരന്റെ യാത്രയയപ്പിനായാണ് സംഗീതപ്രേമികളായ സഹപ്രവർത്തകർ ഗസൽ സംഗീതത്തിന്റെ തേന്മഴ ചൊരിഞ്ഞത്. ഓവർസിയറായ അരുമ്പൂർ സ്വദേശി മാളിയേക്കൽ സതീശന്റെ യാത്രയയപ്പിനാണ് KSEB ഓഫീസിൽ ഗസൽ സദ്യ ഒരുക്കിയത്. മെഹദി ഹസന്റെ ഗാനങ്ങളും MS ബാബുരാജിന്റെ ഗാനങ്ങളും കൊണ്ട് വിഭവസമൃദ്ധമായിരുന്നു സംഗീത വിരുന്ന്.
KSEB ഡയറക്ടർ നന്ദൻ, മുൻ സൂപ്രണ്ടുമാരായ ജയദീപ്, ജയരാജ്, സബ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ വേദിയിലെത്തി ഗാനങ്ങൾ ആലപിച്ചു. ആവേശഭരിതരായി ലൈൻമാൻമാരും സുഹൃത്തുക്കളും കൂടി പാടാനെത്തിയതോടെ തൃക്കുന്നത്തുള്ള KSEB ഓഫീസ് പരിസരം ഗസൽ അലയൊലികളിൽ മുങ്ങി. അരുമ്പൂർ KSEB ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് സച്ചിത് കുമാർ ഗസലിന് തബലയിൽ താളമേകി. എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ KSEBയിലത്തെ ജീവനക്കാരടങ്ങുന്ന ഒരു സംഗീത കൂട്ടായ്മയുണ്ട്. അവരുടെ ഒരു കൂടിച്ചേരൽ ചേർന്ന് ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം പേര് പങ്കെടുക്കുന്ന കൂട്ടായ്മകൾ എല്ലാ ഞായറാഴ്ചകളിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് നടത്താറുണ്ട്. ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്ത് എൻ്റെ ഈ റിട്ടയർമെൻറ്റിനനുസരിച്ചുള്ള ഈ ഒരു പരിപാടി വളരെ ഭംഗിയായിട്ട് എല്ലാവരും സഹകരിച്ചു. 2 ഡസനിലേറെ ഗാനങ്ങൾ കൊണ്ട് തീർത്ത പാട്ടിൻ്റെ പാലാഴിയിൽ നീന്തി തുടിച്ച് പങ്കെടുത്തവരും കണ്ടുനിന്നവരുമെല്ലാം അവിസ്മരണീയ അനുഭവം സ്വന്തമാക്കിയാണ് സഹപ്രവർത്തകന് യാത്രാമൊഴിയേകിയത്. TCV ന്യൂസ്, തൃശൂർ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലെ പാലം ജംഗ്ഷനിലെ മീഡിയൻ അപകടക്കെണിയായി മാറി. റിഫ്ലക്ടർ ഇല്ലാത്തതും വെളിച്ചക്കുറവ് മൂലം ഇവിടെ അപകടങ്ങൾ തുടർക്കഥയായി. അതിരപ്പള്ളിയിൽ നിന്നുള്ള മടക്കയാത്രയിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. രാത്രിയിൽ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ റോഡിന് നടുവിൽ മീഡിയനുണ്ട് എന്നത് തിരിച്ചറിയുന്നില്ല. നേരത്തെ ഇതിലുണ്ടായിരുന്ന റിഫ്ലക്ടറുകൾ നിലവിൽ കാണുന്നില്ല. ഇവിടെ തെരുവ് വിളക്കുകളും ഇല്ല. അങ്കമാലി ആലുവ പ്രദേശത്തേക്കുള്ള എളുപ്പവഴി എന്ന ദിശാസൂചന ബോർഡും ഇവിടെയില്ല. പുഴമ്പാലം കടന്നുപോകുന്ന റോഡും ജംഗ്ഷനും ഇവിടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ സ്വാഭാവികമായും വാഹനങ്ങളുടെ വേഗത കുറയും. എളവള്ളി പഞ്ചായത്തിനെയും തോളൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മണക്കട പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ തീരുമാനമായി. എളവള്ളി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത കർഷകരുടെയും സ്ഥല ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. 16 മീറ്റർ നീളമുള്ള 3 സ്പാനുകളിലായി 48 മീറ്റർ നീളവും ഇരുവശത്തും 30 മീറ്റർ വീതിയുള്ള നടപ്പാതകളും ഉൾപ്പെടെ പാലത്തിന് 11 മീറ്റർ വീതിയാണ് ഉള്ളത്. 80 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡിനെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാടിന്റെ വികസനത്തിനായി ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ യോഗത്തിൽ സ്ഥല ഉടമകൾ സമ്മതം നൽകി. മണക്കട പാലത്തിന്റെ പടിഞ്ഞാറ് അപ്രോച്ച് റോഡ് പുല്ലാമ്പ് റോഡ് വാഗ കാക്കാത്തുരുത്ത് കോളനി വഴി കാർത്യായനി ക്ഷേത്രം വരെയാണ് അലൈൻമെന്റ് ചെയ്തിട്ടുള്ളത്. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തും. യോഗത്തിൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പിന് തുടക്കമായി. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലളിതകലാ അക്കാദമി സെക്രട്ടറി KN ബാലമുരളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ PK മോഹനൻ, PTA പ്രസിഡന്റ് EK അലി, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ആത്മീയ നവീകരണം ലക്ഷ്യമാക്കി ഇരിഞ്ഞാലക്കുട രൂപതയിൽ ആദ്യമായി നടത്തുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സെയിന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയങ്കണത്തിൽ 19 രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം ദിവ്യകാരുണ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അറിയിച്ചു. രൂപതയിലെ 60,000-ഓളം കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 25,000 പേർ പരിപാടിയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1:30 മുതൽ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാൻ നേതൃത്വം നൽകും. 2:30 നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4 ദിവ്യകാരുണ്യ പ്രദക്ഷിണം കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി പള്ളിയിൽ തിരിച്ചെത്തും. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദത്തോടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിക്കും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ജനറൽ കൺവീനർ ഫാദർ റിജോയ് പഴയാറ്റിൽ, ജോയിന്റ് കൺവീനർമാരായ ടെൽസൺ കോട്ടോളി, ലിംസൺ ഊക്കൻ, രൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡേവിസ് ഊക്കൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സെറിബ്രൽ പാൾസി മൂലം ജന്മന കൈകാലുകളുടെ ചലനശേഷി പരിമിതപ്പെട്ട കൃഷ്ണകിഷോറിനെ SSLC പരീക്ഷയിൽ പ്രതിസന്ധികളെ മറികടന്ന മിന്നും ജയം. മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ കൃഷ്ണകിഷോർ SSLC പരീക്ഷയിൽ 1 A+, 2 A ഗ്രേഡ്,
2 B+, 3 C+ മികവോടെയാണ് വിജയിച്ചത്. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ കിഷോറിൻ്റെയും അമ്മ ഗ്രീഷ്മയുടെയും തണലിലായിരുന്നു കൃഷ്ണയുടെ സ്കൂളിൽ പോക്കും പഠനവുമെല്ലാം. ഓരോ ക്ലാസ്സിലെയും അധ്യാപകർ സ്നേഹത്തിൽ ചാലിച്ച് അവന് പാഠങ്ങൾ പകർന്നു നൽകി. 10ാം ക്ലാസ്സിലെ ശൈലജ ടീച്ചർ നൽകിയ പ്രോത്സാഹനവും കരുതലും വിജയം മികവാർന്നതാക്കി. അന്തിക്കാടുള്ള ആൽഫ പാലിയേറ്റീവ് പുനർജനിയിലാണ് കൃഷ്ണകിഷോറിന് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. നടക്കാനും ഇടത്തെ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പ്രയാസമുണ്ടായിരുന്നു. ഇപ്പം അതിലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ആള് കുറേ കൂടിയും ഒരു കോൺഫിഡൻ്റായി, കുറച്ചുകൂടി ആൾക്കാരോട് സംസാരിക്കാനും എല്ലാത്തിലും കുറേ കൂടി മിടുക്കനായി. ഇപ്പോൾ മസിലുകൾ വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ നിന്ന് പതിവ് ചലനങ്ങൾക്ക് പ്രാപ്തമാവുന്ന നിലയിലേക്കും കഴുത്തുൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് സാധാരണ ചലനശേഷി കൈവന്ന അവസ്ഥയിലേക്കും എത്താൻ ഫിസിയോതെറാപ്പി ഏറെ സഹായിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് NV മായ നടത്തിയ ചികിത്സ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ മകനെ ഒരുപാട് സഹായിച്ചതായി അമ്മ ഗ്രീഷ്മ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അടുപ്പിൽ തീ പകർന്നതോടെ ഊട്ടുസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 100,000 പേർക്കാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 10:15-ന് തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി 9:30 വരെ തുടരും. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ് തൃശൂർ ജില്ലാ സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരവാഹി ഡോക്ടർ CG നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. BVVS ജില്ലാ പ്രസിഡന്റ് വെള്ളാട്ട് രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി S സന്തോഷ്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി CV പ്രേംകുമാർ, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് M വിനീത്, BVVS സംസ്ഥാന സെക്രട്ടറി PS രഘുനാഥ്, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, സഹകാർ ഭാരതി സംസ്ഥാന കമ്മിറ്റി അംഗം PA വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC സ്വിഫ്റ്റ് ബസ് കാറിൽ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. കുന്നംകുളത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ഇതേ ദിശയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം കുറുക്കൻപാറ സെന്ററിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് ടോറസ് ലോറിയിൽ ഇടിച്ച് 12 പേർക്ക് പരിക്കേറ്റിരുന്നു. മാള ലയൺസ് ക്ലബ്ബ് സുവർണ ജൂബിലി ആഘോഷം ബുധനാഴ്ച നടക്കും. ജൂബിലി ആഘോഷം വൈകിട്ട് 6-ന് VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. സുവർണ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറ്റം ബെന്നി ബെഹനാൻ MP നിർവഹിക്കും. പ്രസിഡന്റ് ഷീല ജോസ്, സെക്രട്ടറി ജോൺ ജോസഫ്, ജോസ് കൊടിയൻ, ജോളി വടക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2023 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എരുമപ്പെട്ടി ഗ്രാമത്തിനും അഭിമാനിക്കാവുന്ന നേട്ടം. എരുമപ്പെട്ടി സ്വദേശി റോയ് തൈക്കാടൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് 2 സ്പെഷ്യൽ ജൂറി പുരസ്കാരം. JR ഫിലിം ഹൗസിന്റെ ബാനറിൽ റോയ് തൈക്കാടൻ രചനയും സംവിധാനവും നിർവഹിച്ച കുട്ടികളുടെ സിനിമയായ മോണോ ആക്ടിലെ ഗാനത്തിനാണ് 2 സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓരോ മോഹമൻ വഴിത്താരയിൽ കൂടും കൂരിരുൾ തളർത്തിയിടവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ വരികൾക്കും സംഗീതത്തിനുമാണ് പുരസ്കാരം. ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ഷാജി കുമാറാണ്. സജി എരുമപ്പെട്ടിയാണ് ചിത്രത്തിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. സീരിയൽ സിനിമാ താരം ഗിരിധർ, എരുമപ്പെട്ടി സ്വദേശികളായ അലൻഡ റോയ്, ആഷർ റോയ്, കലാഭവൻ നിശാന്ത്, അൻവർ എരുമപ്പെട്ടി, കണ്ണൻ തിരുത്ത്, നിൽഷേ, വൈഗ നിശാന്ത് എന്നിവർ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദാസ് വടക്കാഞ്ചേരിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള 4ാമത് സത്യജിത്ത് റേ ഗോൾഡൻ ആർക്ക് അവാർഡും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. TCV എരുമപ്പെട്ടി. പഴയന്നൂരിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്തുള്ള വിത്തുൽപാദന കേന്ദ്രത്തിന്റെ മതിലിലാണ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഭാഗവത ശ്രീ കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി നയിക്കുന്ന അഷ്ടലക്ഷ്മി അംബായജ്ഞവും ഭാഗവത സപ്താഹവും ആരംഭിച്ചു. യജ്ഞത്തിന്റെ ഭാഗമായി കിഴക്കേടത്ത് മനയിൽ നിന്നും ആവണങ്ങാട്ട് രഘുരാമ പണിക്കർ കൊളുത്തിയ ഭദ്രദീപവും വിഗ്രഹ രഥഘോഷയാത്രയും വൈകിട്ട് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന ആത്മീയ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി NM കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വ്യവസായി സലീൽ ഗുപ്ത ഭദ്രദീപം കൊളുത്തി. ആവണങ്ങാട്ട് രഘുരാമ പണിക്കർ യജ്ഞവേദി ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ക്ഷേത്രം പ്രസിഡന്റ് AV സഹദേവൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മദത്തൻ സന്നിഹിതനായിരുന്നു. ഭാഗവത സപ്താഹം ഈ മാസം 19-ന് സമാപിക്കും. തളിക്കുളം 14-ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവരെ മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നൽകി TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സുമന ജോഷി അധ്യക്ഷത വഹിച്ചു. നിങ്ങളുടെ ഫോട്ടോ ഉണ്ട്, മാധവൻകുട്ടിയുടെ ഫോട്ടോ പുറത്തും നിങ്ങളെ പുറനാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനിയിൽ താണിക്കുടം ഭഗവതിക്ക് ദേശപ്പാന മഹോത്സവം നടന്നു. മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. കായംപള്ളി അരവിന്ദാക്ഷൻ കുരുക്കൾ ആയിരുന്നു പാനയുടെ മുഖ്യ ആചാര്യൻ. കൺവീനർ K സത്യൻ, ജോയിന്റ് കൺവീനർ A ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പിന് തുടക്കമായി. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലളിതകലാ അക്കാദമി സെക്രട്ടറി KN ബാലമുരളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ PK മോഹനൻ, PTA പ്രസിഡന്റ് EK അലി, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 4 വർഷമായി ചാവക്കാട് ബൈപ്പാസ് റോഡിൽ അലഞ്ഞു നടന്നിരുന്ന മാനസിക രോഗിയായ യുവാവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയുടെ നേതൃത്വത്തിൽ കോടതി മുഖേന യുവാവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതി ഡയറക്ടർ CL ജേക്കബ്, സന്നദ്ധ പ്രവർത്തകൻ അഷീം സിത്താര, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ CPO നസൽ നാഫർ എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യവകുപ്പിലെ 16 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സുമാ കൃഷ്ണൻകുട്ടിയും കരിയന്നൂർ അംഗൻവാടിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച വിജയലക്ഷ്മിക്കും CPM കരിയന്നൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി PT ദേവസി, ബ്രാഞ്ച് സെക്രട്ടറി TV അനിൽ, DYFI എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് MB വിനീത തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തിക സംവരണം സമഗ്രമായി നടപ്പാക്കണമെന്ന് NSS പൂങ്കുന്നം ഈസ്റ്റ് കരയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംഘടനയുടെ ദശവാർഷികാഘോഷം കുട്ടൻകുളങ്ങര ദേവസ്വം ഓഡിറ്റോറിയത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേശൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് V സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി C സുരേന്ദ്രൻ, കരയോഗം സെക്രട്ടറി K കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് P ശശിധരൻ, MT ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. വൈശാഖ മാസത്തിലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം ഒരുക്കുന്നതിനു വേണ്ടിയാണ് തീരുമാനം. പൊതു അവധി ദിനങ്ങളിൽ നിലവിൽ രാവിലെ 6 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. നിയന്ത്രണം ശനിയാഴ്ച മുതൽ വൈശാഖം അവസാനിക്കുന്ന ജൂൺ 6 വരെ തുടരാനാണ് തീരുമാനം.
ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കുന്നവർക്കുള്ള ദർശന സൗകര്യം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. കടക്കിണിയിലായ കേരളത്തെ രക്ഷിക്കാൻ മൂന്നാം ബദൽ അനിവാര്യമാണെന്ന് നാഷണൽ സെക്യുലർ പാർട്ടി ഓഫ് ഇന്ത്യ. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സെക്യുലർ പാർട്ടി ഓഫ് ഇന്ത്യ നേതാക്കൾ. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും യാത്രകളും നാടകങ്ങളുമായി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും കോൺഗ്രസിൻ്റേതുപോലുള്ള കപട മതേതര പ്രസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്നും NSSPI നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് KP മുനീർ ഉപ്പള, ട്രഷറർ ഡോക്ടർ ഫസൽ റഹ്മാൻ, സംസ്ഥാന സമിതി അംഗം ജാഫർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പകരം വയ്ക്കാൻ ജനങ്ങളുടെ സ്വപ്നമാണ് കേരളത്തിൽ മൂന്നാം ബദൽ NCP എന്നും അതിനായാണ് നാടിന്റെ നന്മയ്ക്ക് നേരിന്റെ രാഷ്ട്രീയമെന്ന മുദ്രാവാക്യവുമായി നാഷണൽ സെക്യുലർ പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊന്നാനിയിൽ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് അപകടം. 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അപകടത്തിനിടയാക്കിയ കപ്പൽ കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ച് വഴിയോര കച്ചവടം തകൃതി. യാത്രക്കാർ ദുരിതത്തിലായി. പോലീസിനെ കണ്ട് ഭയന്നോടിയ പ്രതി കിണറ്റിൽ വീണു. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രതി, 2ാം പ്രതി പുത്തൂർ സ്വദേശി ആഷിഖാണ് കിണറ്റിൽ വീണത്. നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തു. പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 1,20,000 രൂപ പിഴ ഈടാക്കി. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം വൻ ലഹരിവേട്ട. കാറിൽ കടത്തിയ 11,475 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടി. വാടാനപ്പള്ളിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു. വെളപ്പായ സ്വദേശി റിച്ചാർഡ് നിക്സൺ ആണ് മരിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.